അയ്യോ അത് പോയോ. ആ, ഇന്ത്യക്ക് പകരം ഭാരത് ഏ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാക്കാൻ നീക്കം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ ഓൾ അങ്ങനെയല്ല, ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാക്കാൻ നീക്കം. മനസ്സിലായോ? ഫെഡറേഷൻ്റെ തീരുമാനം കണ്ടോ? ഒരു വേൾഡ് കപ്പ് നടക്കുക, 2026 ഒരു ടീമിനെ പോലും ഇതുവരെ വേൾഡ് കപ്പ് പോയിട്ട് എവിടെയെങ്കിലും കളിപ്പിക്കാൻ ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അതിനിടയിൽ അവന്മാർ ചെയ്യുന്ന പണിയാ. ഇനി ഈ പേര് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ ആയല്ല. ഇവിടെ ചില സ്ഥലത്തിൻ്റെയൊക്കെ പേര് മാറ്റത്തില്ലേ, അതുപോലെ എന്തോ ചെയ്യുക. ഭയങ്കര പണി. ഇതിനെക്കുറിച്ചുള്ള കോടികൾ ചിലവായി കാണും. ഇവർ മീറ്റിംഗ് കൂടിയും ഒരുപാട് ചർച്ചകൾ വേണ്ടി വരുമല്ലോ ഇതൊക്കെ പേര്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ആരുമാണ് ഇയാളെന്ന് തോന്നുന്നു. കാര്യമായ നീക്കമാണ്. 140 കോടി ജനമുണ്ട് ഇന്ത്യയിൽ. ഏതോ കുഞ്ഞു രാജ്യം, 4 ലക്ഷം പേരെങ്ങാണ്ടുള്ള രാജ്യത്ത് നിന്ന് വരെ കളിക്കാൻ വന്നെന്ന് വേൾഡ് കപ്പ്. എന്നിട്ട് അവർ ഒരു ഗോൾ അടിച്ചിട്ട് ആഘോഷിച്ച സീനൊക്കെ വൈറലാണ്. ക്വാളിഫൈ ചെയ്തെന്ന് തന്നെ വലിയ കാര്യം. അത് കഴിഞ്ഞ് വേൾഡ് കപ്പിൽ വന്നിട്ട് ആർക്കെതിരെയാണ്, ഇംഗ്ലണ്ടോ ഏതോ ടീമിനെതിരെ കളിച്ചിട്ട് ഒരു ഗോൾ കണ്ട് അടിച്ചപ്പോൾ അവരുടെ ആഘോഷം ഭയങ്കര വൈറലായി. ഇവിടെ 140 കോടി ജനവും മൊത്തം എന്താ പറയണ്ടേ, ഈ വിവരദോഷികളും ഭക്തന്മാരും. ഈ പരിപാടി വല്ല ഇവൻ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ മേടിക്കുന്നത് നമ്മളായിരിക്കും. മലിനമാക്കുക, അലമ്പുണ്ടാക്കുക, ശൂലം കുത്തിക്കയറ്റുക, തലയും കുത്തി നിൽക്കുക, തുണിയില്ലാതെ ഓടുക. ഈ വിവരക്കേട് കാണിക്കുന്നതിനകത്ത് വല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യയെ തോപ്പിക്കുക, ക്യൂവിനിടെ തള്ളിക്കയറുക, അതൊക്കെ പോട്ടെ. ഈ ഭക്തി കൊണ്ട് കാണിക്കുന്ന തെണ്ടിത്തരമുണ്ടല്ലോ, ഇമാതിരി പരിപാടിക്കൊക്കെ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഐറ്റം വന്നേ ഗോൾഡ് മാത്രമേ കാണത്തുള്ളൂ ഇന്ത്യയിൽ. പിന്നെ ഇവിടെ കുഴിക്കേണ്ടി ഒന്നും വരത്തില്ല, ഖനനമൊന്നും വേണ്ടി വരത്തില്ല. സ്വർണത്തിന് വേണ്ടി സ്വർണം മുഴുവൻ ഇന്ത്യയിലിരിക്കും. എന്തോ ഒരു ഇവൻസ് ആയിരിക്കും, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗണപതിയെ കൊണ്ടുപോക്ക്, ശബം, ഹനുമാൻ, പിന്നെ ബാക്കി പള്ളിക്കാരുണ്ട് വേറെ കുറേ പരിപാടികളൊക്കെ ആയിട്ട്. ഇവന്മാരെല്ലാം കൂടെ കയറും ചുറ്റി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ടീമില്ല. ക്രിക്കറ്റ് ഉണ്ട്, അത് ഇന്ത്യയെ തന്നെ കളിപ്പിക്കുക, ഇന്ത്യ തന്നെ വേൾഡ് കപ്പ് എടുക്കുക. മറ്റ് രാജ്യങ്ങളൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഇടപെടാത്തൊരു ഗെയിം ആയതുകൊണ്ട് അതിനകത്ത് കപ്പടിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു വല്ലാത്ത തീരുമാനമായിപ്പോൾ അല്ലേ പേര് മാറ്റുന്നത്. ഈ ഫുട്ബോൾ എന്നുള്ള പേര് മാറ്റി വേറെന്തെങ്കിലും ആക്കുവാണെങ്കിലോ? അത് മാറ്റുന്നില്ലേ? ഭാരത് പന്ത്, കാൽപന്ത്, ഭാരത് പന്ത് എന്ന് പന്തൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ തന്നെ കളിക്കുക എല്ലാവരും. ഇവിടെ ചില കളികളൊക്കെ നടക്കും. കലൂർ സ്റ്റേഡിയത്തിലൊക്കെ ചില സമയത്ത് ഫുട്ബോൾ വരുമ്പോഴത്തേക്കിന് റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഇവന്മാരൊക്കെ എന്തിനീ കളിക്കുന്നേ? ഇവിടെ കുറേ ടീമുണ്ടെന്നേ. ഇവർ ഈ കളി നിർത്തിയിട്ട് പോകണം. ഇവിടെ വെറുതെ കളിക്കാൻ, രസത്തിന് കളിക്കാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനം ഇവർക്ക് ഉണ്ടാകത്തില്ല. കാരണം കൊള്ളാവുന്ന സ്ഥലത്തൊന്നും കൊണ്ട് കളിക്കാനുള്ള കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും ഇവിടെ ഉള്ളവർക്കില്ല. ഏതോ ഒരു പ്രായം വരെയൊക്കെ സ്കൂളിലൊക്കെ മറ്റേ ഉള്ള 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച് പാസ്സായി കഷ്ടപ്പെട്ട്. മെസ്സി ഒന്നും 10 പാസ്സായിരുന്നായിരിക്കത്തില്ല. അവർക്ക് അങ്ങനത്തെ എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഇതുവരെ അത് മനസ്സിലായിട്ടില്ലെന്ന് ഇവർക്ക്. ഇവർ അങ്ങനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുമോ ആൾക്കാരെ? അവൻ്റെ കഴിവ് ഇവിടെ ഒത്തിരി കഴിവുള്ളവർ കാണത്തില്ലേ? 150 കോടി ജനത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരു നല്ലൊരു ഫുട്ബോളറെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ലേ? ഇവിടെ എല്ലാവരും പഠിപ്പിച്ച് കൂലിപ്പണിക്ക് വിടാൻ വേണ്ടിയിട്ടൊരു രാജ്യം അതിന് പെറ്റുകൂട്ടുക. കുറേ എണ്ണം ലോകം മുഴുവൻ തൊഴിലെടുക്കാൻ ആളെ കൊടുത്തോണ്ടിരിക്കുക. അവരെല്ലാം സുഖമായിട്ട് അവിടെ ഇരിക്കും. അവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്മാരല്ല ലക്ഷറി ആയിട്ടാണ് ജീവിക്കുക. ഇവിടെ നിന്ന് കുറേ എണ്ണം പോകും, പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട്. ഇപ്പോൾ കാനഡയിലെ കൊണ്ട് കഷ്ടപ്പെടുത്താൻ അവന്മാർ തീരുമാനിച്ച് അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. അമേരിക്കയിലും UK-യിലൊക്കെ പോയി കഷ്ടപ്പെടാൻ തയ്യാറായ നമ്മൾ ആൾക്കാർക്ക് ഇങ്ങനെ ജനസംഖ്യ പെറ്റുപെരുവല്ലേ. ചൈന പിന്നെ ചൈനയ്ക്കകത്തിട്ട് തന്നെ കഷ്ടപ്പെടുത്തുന്നതേ ഉള്ളൂ. മനസ്സിലായി? അവർക്ക് പോപ്പുലേഷൻ കൂടുതലാണെങ്കിലും പിന്നെ ആ രാജ്യത്തിന് മെച്ചമുണ്ട്. അത് തന്നെ, അവന്മാരത് കൺട്രോൾ ചെയ്താണ് നിർത്തിയേക്കുന്നത്. ഇവിടെ അതൊന്നും ഇല്ല. ആകെ ഉള്ളതാ കുറേ തൊഴിലാളികൾ. എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കുക, ഇറക്കി വിടുക, എങ്ങനെയെങ്കിലുമൊക്കെ തീറ്റിപ്പോറ്റുക, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോണം. ഒരു മര്യാദയില്ലാത്ത ഓരോ മനുഷ്യർ. ഭാഗ്യം ഒരു തരത്തിൽ നോക്കിയാൽ ഉണ്ടല്ലോ, വേൾഡ് കപ്പിലൊന്നും ക്വാളിഫിക്കേഷൻ കിട്ടാത്ത നല്ലതാ. അല്ല, ഈ പിള്ളേരെ ഉണ്ടാക്കിയിട്ടേ എങ്ങനെയും ഒന്ന് വളർന്നോളൂ എന്ന്. അത് ശരിയാകട്ടെ. ഇവിടെ ഉള്ള എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ ദൈവം ഉണ്ടല്ലോ. വാഗീറിയ ദൈവം വായിക്കകത്ത് കൊടുക്കും.
അങ്ങനെയൊക്കെ ഇപ്പോൾ ദൈവം വായിലോട്ട് വെച്ച് കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ ഒരു വിധമൊക്കെ നന്നായി അല്ലേ. ഈ വേൾഡ് കപ്പ് നടക്കുന്ന സ്ഥലത്ത് ഇവന്മാർ കാണിക്കുന്നൊരു തോന്നിവാസമുണ്ട്. ബാക്കിയുള്ള രാജ്യക്കാരെ കാണിക്കുമ്പോൾ ഒരു രസമാണ്. പക്ഷെ നമ്മുടെ അണ്ണന്മാർ പോയി അവിടെ തേങ്ങ ഉടയ്ക്കുവോ, റോഡിൽ കിടന്ന് വല്ല വലിച്ചു വാരി എറിയുവോ, ഉരുളുകയും മറ്റേ വേലകളൊക്കെ കാണിക്കാൻ തുടങ്ങും. ഭയങ്കര പൂജയൊക്കെ നടക്കും. ഇന്ത്യ മൊത്തം പൊല്യൂഷൻ കൂടും, ഇവിടെയും കൂടും അവിടെയും കൂടും. വേസ്റ്റ് വലിച്ചെറിയും, തല്ലുണ്ടാക്കും. അതിൻ്റെ ഒരു ഭംഗി നശിപ്പിച്ച് കളയും. ഒരു വിധത്തിൽ നോക്കിയാൽ നല്ലതാണ്. ഈ ഭാരത് എന്നൊക്കെ മാറ്റി ഇവിടെ തന്നെ ഇരിക്കുന്ന ഇത് കൊള്ളാം, നല്ല പരിപാടി. ഇതാ ഇന്ത്യൻസിന് ആവശ്യം. ആരും പോവായിരുന്നു കഴിഞ്ഞാൽ അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചോളും. എന്താണ് ഇവിടെ നശിച്ച് ഇപ്പൊ കളിക്കാൻ ചെന്നാൽ ഇവന്മാരെ കൊണ്ട് അലമ്പായിരിക്കുന്നത്. പ്ലെയേഴ്സ് വലിയ കുഴപ്പം കാണത്തില്ല, എന്നാൽ എന്തെങ്കിലും കഞ്ഞിത്തരം കാണിക്കുന്നു ഇവന്മാർ പോയി. വല്ല സെന്റിയൊക്കെ ഇറക്കി കളയും, എന്തെങ്കിലുമൊക്കെ അലമ്പൊക്കെ കാണിക്കും. വേണേൽ മുട്ട കുത്തി നിൽക്കുവോ, അവിടെ കളി കഴിഞ്ഞാൽ ഒരു ഗോൾ വല്ലതും അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ വല്ല ഭക്തിയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അവിടെ ഇരുന്നുണ്ട് പള്ളിയിലൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് കയ്യെ കുറച്ച് അരടുമൊക്കെ കെട്ടി എന്തൊക്കെ സാധനമായിരിക്കും ഇവർ കാണിക്കുന്നത്. വല്ല മുസ്ലിമാണ് അവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യും ബാങ്ക് വിളിച്ച. അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ ഉള്ളത്. സൗദിക്കാർ പോലും ചെയ്യത്തില്ല അത്. ഇവന്മാർ വേണേൽ ആദ്യം ചെയ്യും. ഇവിടുത്തെ മുസ്ലിങ്ങളല്ലേ, മനസ്സിലായല്ലേ. അറബികൾ അത് ചെയ്യണമെന്ന് അത് ചെയ്യത്തില്ല അവർ. അവർക്ക് ആ സമയം അറിയാതെ ആരും നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ കളിക്കാൻ ഇറങ്ങുന്നത്. ഗോൾ അടിക്കാൻ നേരം ബാങ്ക് വിളിച്ച അപ്പൊ അവിടെ ഗോളി നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഗോള്. അയ്യോ എന്നെ സീനായിരിക്കും. ഒരു ടീം 2-3 മുസ്ലിംസ് ഉണ്ടല്ലേ, അതങ്ങനെ മറ്റേ അയ്യോ എന്തെല്ലാം പ്രശ്നങ്ങളാ. സമയം തെറ്റിയാൽ പോയി അത്. പക്ഷെ ഞാൻ അറബികൾ ചെയ്യത്തില്ല, ഇന്ത്യക്കാർ ചെയ്യും. ബംഗ്ലാദേശ് പാകിസ്ഥാനൊക്കെയാണ് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ അവന്മാർക്ക് മടിയില്ല. പക്ഷെ ക്രിക്കറ്റിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ക്രിക്കറ്റ് പക്ഷെ ഒരു ഗുണമുണ്ട്, വേണേൽ ചെയ്യാം, സമയമുണ്ട്, അങ്ങോട്ട് മാറിയിരുന്നാൽ മതി. അറിയത്തില്ലാരും. ഇത് അങ്ങനത്തെ കളിയല്ലടേ, അതാ പ്രശ്നം. ഒരു നേരം മിസ്സായാലും കുഴപ്പമൊന്നുമില്ല. അല്ല അത് വിട്ടേക്ക്, നമുക്ക് അതല്ല പ്രശ്നം. ഇവിടുത്തെ പേരും മാറ്റി ഭാരത് എന്നാക്കി പന്തെന്നാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. ഇങ്ങനെ പറയണേ ഇനി 5 വർഷം കഴിഞ്ഞാൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും ഇന്ത്യ എന്നൊരു ടീം വേൾഡ് കപ്പ് കളിക്കാൻ പോകും. ഭാരത് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ഇവിടുത്തെ ഈ ദേശസ്നേഹികൾ ഇറങ്ങി അങ്ങ് പന്ത് കളിക്കും. ഇതുവരെ അവരത് വേണ്ടെന്ന് വെച്ചത് ഇന്ത്യ എന്ന് വെച്ചുകൊണ്ടാണ്, മനസ്സിലായി. ഇനി മറ്റവർ വരുക, ഇനി മരിക്കുക, ഫുട്ബോള് കളിച്ച് മരിക്കുക, മരിച്ചു വീഴാൻ പോവാ. കുറെ പേര് മരിക്കാൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഭാരതായ പിന്നെ തൊട്ടപ്പുറത്ത് കളിക്കുന്നവരൊക്കെ കൊല്ലുവോ എല്ലൊക്കെ ചെയ്തിട്ട് നമ്മളങ്ങ് ഇവിടെ ഈ നെപ്പോട്ടിസവും ഫേവറിസവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടേ ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. അതോർത്ത് പേടിക്കുകയേ വേണ്ട. അങ്ങനെ സംഭവം നടക്കത്തില്ല, ഇവരെ കൊണ്ടത് പറ്റത്തില്ല. അപ്പം